വളരെ പ്രധാനപ്പെട്ട ലോകത്ത് തന്നെ രണ്ട് ശക്തരായ ഭരണാധികാരികൾ ഇന്ന് ഡൽഹിയിലുണ്ട്. ഒരേ സമയം അവർ ഇന്നൊരു കൂടിക്കാഴ്ചയും നടത്തുന്നുണ്ട്. നിർണായകമായ ഉച്ചകോടിയിലേക്ക് കടക്കുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർ ഇപ്പോൾ കണ്ട ദൃശ്യം ഒരുപക്ഷെ പലർക്കും അറിഞ്ഞ് കാണും. 2001 അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിക്കൊപ്പം അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായ ചുമതലയേറ്റെടുത്ത നരേന്ദ്ര ദാമോദർ ദാസ് മോദി മോസ്കോ സന്ദർശന വേളയിലെ ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ആദ്യം കണ്ടത്. അതിനുശേഷം പുടിൻ റഷ്യൻ പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്ത ശേഷം ആദ്യമായി ഭാരതം സന്ദർശിച്ച സമയത്തെ രണ്ടാമത്തെ വിഷ്വൽ, അതായത് രാഷ്ട്രപതി ഭവനിൽ വലിയ സ്വീകരണം, ഗംഭീരമായ സ്വീകരണമാണ് അദ്ദേഹത്തിന് നൽകിയത്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയും ഭാരതവും ഭാരതത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്ത് എന്ന രീതിയിലാണ് നമ്മൾ അന്താരാഷ്ട്ര നയതന്ത്ര വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നലെ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അത് മറ്റൊന്നുമല്ല, ഇന്നലെ പുടിന് സ്വീകരണം നൽകാനായി നമ്മുടെ പ്രധാനമന്ത്രി പ്രോട്ടോക്കോളുകളെല്ലാം മറികടന്നുകൊണ്ട് പാലം വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയത് മാത്രമല്ല, അവിടെ ചില സന്ദേശങ്ങൾ ആർക്കൊക്കെ ഒന്ന് കുത്തുന്ന രീതിയിലുള്ള ചില സന്ദേശങ്ങൾ കൂടി ഇന്നലെ കൃത്യമായി തന്നെ കണ്ടിരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആ വിഷ്വൽ ഒരിക്കൽ കൂടി ഞങ്ങൾ കാണിച്ചു തരാം. ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വിമാനത്തിൽ പുടിൻ എത്തിയ സമയത്ത് പ്രധാനമന്ത്രി അവിടെ എത്തി സ്വീകരിക്കുന്നു. രണ്ടുപേരും ഹസ്തദാനം നൽകി കെട്ടിപ്പുണരുന്നു. അതിനുശേഷം ഇരുവരും പോയത് പതിവ് രീതികൾക്ക് നിന്ന് വ്യത്യസ്തമായി, പ്രധാനമന്ത്രിക്ക് അറിയാലോ, നല്ല സുരക്ഷാ കവചങ്ങളുള്ള ഗംഭീരമായ വാഹനങ്ങൾ നമ്മുടെ പ്രധാനമന്ത്രിക്കുണ്ട്. SPG തന്നെ പലവട്ടം അത് കൃത്യമായി സുരക്ഷാ ഓഡിറ്റിംഗ് ഒക്കെ നടത്തുന്ന വാഹനങ്ങളാണ്. കറുത്ത വാഹനങ്ങൾ, ലാൻഡ് റോവർ ഉൾപ്പെടെയുള്ള വാഹനങ്ങളുണ്ട്. എന്നാൽ ഇന്നലെ ഒരു ടൊയോട്ട ഫോർച്യൂണറിലാണ് ഈ രണ്ട് ശക്തരായ ലോക നേതാക്കളും പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക്, അതായത് പാലം വിമാനത്താവളത്തിൽ നിന്ന് ഔദ്യോഗിക വസതിയായ 7 കല്യാൺ മാർഗിലേക്ക് പോയത്. അതൊരു സന്ദേശമാണ്. കാരണം പുടിനെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പുടിൻ ലോകത്ത് എവിടെ പോയാലും, അമേരിക്കയിൽ അദ്ദേഹം പോയ സമയത്ത് കുടിക്കാനുള്ള വെള്ളം പോലും കയ്യിൽ കരുതിയാണ് പുടിൻ പോയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. പക്ഷേ ഇവിടെ തൻ്റെ ഉറ്റ സുഹൃത്തായ നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഇതാ വരൂ, നമുക്ക് ഈ വണ്ടിയിൽ കയറാം എന്ന് പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ അദ്ദേഹത്തിനൊപ്പം സർവ്വവിശ്വാസവുമായി പുടിൻ അനുഗമിക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയും ഇന്നലെ കണ്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, പുടിൻ്റെ ഒരു പ്രസിഡൻഷ്യൽ സെക്യൂരിറ്റി വിങ് ഉണ്ട്. അദ്ദേഹത്തിന് ചുറ്റും നിരന്ത ജാഗ്രതയോടുകൂടി ഇന്നലെ നമ്മൾ കണ്ടത് മുഴുവൻ പ്രധാനമന്ത്രിയുടെ SPG സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് ചുറ്റും കണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എത്രത്തോളം വലിയ സുരക്ഷാ വിശ്വാസത്തിലാണ് ലോകത്ത് തന്നെ ഏറ്റവും ശക്തരായ ഭരണാധികാരികളിൽ ഒരാളായ വ്ളാദിമിർ പുടിൻ ഇന്നലെ തൻ്റെ ഉറ്റ സുഹൃത്തിനൊപ്പം സഞ്ചരിച്ചത്, ഡൽഹിയുടെ വീഥികളിലൂടെ സഞ്ചരിച്ചത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ചിലർക്കുള്ള സന്ദേശം കൂടിയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത.